ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും വേർപെടുപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിപ്പാൻ കരുത്തുള്ളതുമാകുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ വിടുതലുകൾ ജീവിതത്തിൽ വെളിപ്പെടുന്ന വിവിധ മേഖലകളെയും വചനത്തിന്റെ സ്വഭാവത്തെയും ആ വാക്യത്തിൽ കുറിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം വേഗതയുള്ളതാണ്, മൂർച്ചയുള്ളതാണ്, ശക്തിയുള്ളതാണ്, പ്രവർത്തിപ്പാൻ കഴിയുന്നതാണ്, ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുന്നതാണ് ദൈവത്തിന്റെ വചനം. എന്നാൽ ഇത് വിടുതലായി ഭവിക്കുന്ന വിവിധ തരങ്ങൾ, വിവിധ ഇടങ്ങൾ ആ വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ജീവനും ചൈതന്യവുമുള്ള ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ള ദൈവത്തിന്റെ വചനം അത് ശരീരത്തിൽ വിടുതൽ ചെയ്യുന്നതാണ്. നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, സന്ധികളെയും മജ്ജകളെയും തുളച്ചു ചെല്ലാൻ വചനത്തിന് കരുത്തുണ്ട്. മനുഷ്യന്റെ ശരീരത്തിന്റെ ഏറ്റവും രൂഢമായ ഭാഗമായ അസ്ഥികൾ, അവയുടെ ബന്ധങ്ങൾ, അവയ്ക്കകത്തിറങ്ങിച്ചെല്ലാൻ വചനത്തിന് ശക്തിയുണ്ട്. അസ്ഥികൾക്കകത്തിരിക്കുന്ന മജ്ജകളെ സ്പർശിപ്പാൻ വചനത്തിന് ശക്തിയുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ രോഗത്തെയും നിർണയിക്കുന്നത് ബ്ലഡ് ടെസ്റ്റിലൂടെയാണ്, രക്തപരിശോധനയിലൂടെയാണ്. രക്തത്തിലെ കൗണ്ടുകളാണ് രോഗനിർണയങ്ങൾക്ക് ആധാരമായിരിക്കുന്നത്. ആ കൗണ്ടുകളെ നിയന്ത്രിക്കുന്ന മജ്ജയെ സ്പർശിക്കാൻ വചനത്തിന് കരുത്തുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം വചനത്തിന് സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു രോഗവും ഇല്ല എന്നാണ്. ഈ ശരീരത്തിലെ ഏത് കൗണ്ടിനെയും നോർമലാക്കാൻ വചനത്തിന്റെ സ്പർശനത്തിന് കഴിയും. ഏത് തേഞ്ഞ അസ്ഥിയെയും, ഏത് മടങ്ങാത്ത അസ്ഥിയെയും, ഏത് നിവരാത്ത അസ്ഥിയെയും അതിന്റെ ബന്ധങ്ങളിൽ തൊട്ടു സുഖപ്പെടുത്താൻ വചനത്തിന് കഴിയും. എന്ന് പറഞ്ഞാൽ വചനം ശരീരത്തിൽ വിടുതൽ ചെയ്യാൻ കരുത്തുണ്ട് എന്നുള്ളതാണ്. രണ്ട്, ഹൃദയത്തിലെ ചിന്തകളെയും ആ ചിന്തകൾ ഉണർത്തിവിടുന്ന ഭാവങ്ങളെയും നിയന്ത്രിപ്പാൻ വചനത്തിന്, വിവേചിപ്പാൻ വചനത്തിന് കരുത്തുണ്ട്. എന്റെ ഹൃദയത്തിലുള്ള ഒരു ചിന്ത, അതെന്നിൽ വരുത്തുന്ന ഭാവഭേദം, ഇതിനെ രണ്ടിനെയും ആരാഞ്ഞറിഞ്ഞ് വിവേചിപ്പാൻ വചനത്തിന് കരുത്തുണ്ട്. എന്ന് പറഞ്ഞാൽ മനസ്സിന് സൗഖ്യം തരാൻ വചനത്തിന് കരുത്തുണ്ട്. മൂന്നാമത്തത്, ആത്മാവിനെയും പ്രാണനെയും വേർപെടുപ്പിക്കുക എന്നുള്ളതാണ്. ആത്മാവും പ്രാണനും ഒന്നിച്ചു നിൽക്കുന്നതാണ്. ഇവ തമ്മിൽ വേർപെട്ടാൽ സംഭവിക്കുന്നത് മരണമാണ്, അക്ഷരീക മരണം തന്നെയാണ്. ആത്മാവും പ്രാണനും വേർപെട്ടാൽ സംഭവിക്കുന്ന അക്ഷരീക മരണമാണ്. ജീവനുള്ള ഈ വചനം ക്രിയാത്മകമായ ഇടപാട് നിമിത്തം പ്രാണനെ പോലും ശരീരത്തിൽ നിന്ന് വിടുതൽ ചെയ്യാൻ, ആത്മാവിൽ നിന്ന് വിടുതൽ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഈ വചനത്തിനപ്പുറം വിടുതൽ ചെയ്യാൻ കഴിവുള്ളതൊന്നും ഈ ലോകത്തിൽ ഇല്ല എന്ന അർത്ഥം. അപ്പോൾ ശരീരത്തെ തൊടാൻ കഴിയുന്ന, ആത്മാവിനെ തൊടാൻ കഴിയുന്ന, മനസ്സിനെ തൊടാൻ കഴിയുന്ന വചനത്തിന് മുൻപാകെയാണ് നാം ആയിരിക്കുന്നത്. എല്ലാ ഹൃദയങ്ങളും ദൈവസന്നിധി സമർപ്പിച്ചാണ്. ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞാൻ കേൾക്കപ്പെടുന്ന വചനം എന്റെ ശരീരത്തിന് വിടുതലായി തീരണം, എന്റെ ആത്മാവിന് വിടുതലായി തീരണം. പ്രാണൻ ചൂടുപിടിച്ചാൽ അതിനെ തണുപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. എന്നാൽ നീ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു, നിന്റെ ആശ്വാസങ്ങൾ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ഈ രാത്രിയിൽ ചൂടുപിടിച്ച, വെന്തുരുകുന്ന പ്രാണനെ തണുപ്പിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ആശ്വാസം വെളിപ്പെടാൻ ഒന്നിച്ച് പ്രാർത്ഥിച്ചാട്ട്. അസ്വാസ്ഥ്യം ജനിപ്പിക്കുന്ന ചിന്തകൾ, അവ വരുത്തുന്ന ഭാവഭേദങ്ങൾ, ഇവയെ ഇന്ന് രാത്രിയിൽ വചനം ഒന്ന് തൊട്ട് സുഖപ്പെടുത്താൻ പ്രാർത്ഥിച്ചാട്ട്. എല്ലാ പ്രിയപ്പെട്ടവരും ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ട്. അടുത്തിരിക്കുന്ന വ്യക്തി കേട്ടാലും കേട്ടില്ലെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ രാത്രിയിൽ ദൈവം നമ്മോട് ഇടപെടുവാൻ എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ചാട്ട്. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, എന്റെ ശരീരത്തിന്റെ നിലയറിഞ്ഞ് നീ എന്നോട് ഇടപെടണമേ. എന്റെ മനസ്സിന്റെ നിലയറിഞ്ഞ് നീ എന്നോട് ഇടപെടണമേ. എന്റെ ആത്മാവിന്റെ നിലയറിഞ്ഞ് നീ എന്നോട് ഇടപെടണമേ. എന്റെ പ്രാണന്റെ നിലയറിഞ്ഞ് എന്നോട് ഇടപെടണമേ. എന്നിലെ കലുഷിതമായ ചിന്താകുലങ്ങളെ കണ്ടറിഞ്ഞ് ഈ രാത്രിയിൽ നീ എന്നോട് ഇടപെടണമേ. ഒന്നിച്ച് പ്രാർത്ഥിച്ചാട്ട്.
പരിശുദ്ധ ദൈവമേ, സ്വർഗീയ കർത്താവേ, രാത്രിയിൽ പ്രതീക്ഷയോടെ നിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളുടെ വചനത്തെ ഞങ്ങളുടെ നടുവിൽ തുറക്കുകയും ചെയ്യണമേ. സൗഖ്യമാക്കാൻ കഴിവുള്ള, വിടുവെപ്പാൻ കരുത്തുള്ള, ഞങ്ങളെ ഹല്ലേലൂയ സന്ദർശിപ്പാൻ കരുത്തുള്ള, ഞങ്ങളുടെ ഭാവങ്ങളെയും ചിന്തകളെയും വിവേചിപ്പാൻ കരുത്തുള്ള ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ തുറക്കപ്പെടുമാറാകട്ടെ. അവിടുന്ന് ഞങ്ങളുടെ പ്രാണനെ തണുപ്പിക്കുന്ന ദൈവമാണ്. നിന്റെ ആശ്വാസങ്ങൾ ഞങ്ങളുടെ നടുവിൽ തുറക്കപ്പെടണം. ഞങ്ങളുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനവും അതിന്റെ ശക്തിയും ഞങ്ങളുടെ നടുവിൽ തുറക്കപ്പെടാൻ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ വ്യാപനത്തിനെതിരായി പോകുന്ന എല്ലാ മുൻവിധികളെയും ശാരീരിക, മാനസിക, ആത്മീയ മണ്ഡലങ്ങൾ പൊരുതുന്ന സാഹചര്യങ്ങൾ കൂടെ പ്രബലമായി വെളിപ്പെടുന്ന എല്ലാ മണ്ഡലങ്ങളെയും അധികാരമുള്ള യേശുവിൻ നാമത്തിൽ രാത്രി ഞങ്ങൾ ഒന്നിച്ച് ശ്വാസിക്കുന്നു. തിരുജനത്തിന് മുൻപാകെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്ന അടിയനെ കടാക്ഷിക്കണമേ. ശരീരത്തിന്മേൽ ബലത്തെ നൽകണമേ. കൃത്യങ്ങളിൽ ദൂത് അനുസ്യൂതം തുടർന്ന് വരുവാൻ പ്രാർത്ഥിക്കുന്നു. അത് പ്രാഗൽഭ്യത്തോടെ പ്രസ്താവിപ്പാൻ നാവിനോട് കൂടെ ആത്മനിയോഗം ഇരിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഇത് രാത്രിയിൽ ഞങ്ങൾക്ക് ഒന്നിച്ചൊരു വിടുതലായി തീരുവാൻ കർത്താവേ, വാക്കുകളുടെ പ്രാഗൽഭ്യമോ ചിന്തകളുടെ ആധിക്യമോ അല്ല, വിടുതൽ ചെയ്യുന്ന വചനത്തിന്റെ വ്യാപനം ഇത് രാത്രി ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുവാൻ ശക്തിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുമഹത്വം വെളിപ്പെടുത്തണം യേശുവിൻ നാമത്തിൽ തന്നെ. 86-ാം സങ്കീർത്തനത്തിന്റെ 17-ാം വാക്യമാണ് രാവിലെ സമയം നാം ചിന്തിച്ചത്. അനുബന്ധിതമായി ചിന്തകൾ പാതി വഴിയിലാണ് നാം നിർത്തിയത്. ദൈവാത്മാവ് നൽകിയ ദൂതിൽ തുടർഭാഗത്തേക്ക് കയറുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ. നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ശക്തിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. ദൈവിക ആശ്വാസങ്ങളെയും അതിനകത്തുകൂടെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ ബലത്തെയും പകയെയും പകയ്ക്ക് കാരണമാകുന്ന സാഹചര്യങ്ങളെയും പകയുടെ തിക്തതകളെയും നാം ചിന്തിച്ചുകൊണ്ടാണ് ഈ പകൽക്കാലത്തെ ചിന്തകൾ നാം അവസാനിപ്പിച്ചത്. എന്നാൽ പക അനുഭവിക്കുന്നവന്റെ വ്യഥകളിൽ കൂടെയുള്ള സഞ്ചാരത്തിൽ അവന് തുണ നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തിന്റെ ഉറപ്പുണ്ട് എന്ന് നാം ഇന്ന് പകൽക്കാലം കേൾക്കുവാനായിട്ടിടയായി തീർന്നു. സങ്കടം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ അനുഭവത്തിന്റെ ജീവിതത്തിന്റെ താളുകളിലാണ് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടെത്തിച്ചത്. മറ്റാരുമല്ല, യോസഫിന്റെ ജീവിത ചരിത്രമാണ്. യോസഫിന്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ച പകയ്ക്ക് അവന്റെ പ്രായത്തെക്കാൾ, അവന്റെ ജീവിതത്തെക്കാൾ, അവന്റെ ആയുസ്സിനേക്കാൾ പഴക്കമുണ്ടായിരുന്നു എന്നുള്ള ചിന്തയിൽ അതിന്റെ ഹല്ലേലൂയ ആധികാരികതകളിലേക്കാണ് നാം കടന്നു പോകുവാനിടയായി തീർന്നത്. അവന്റെ അപ്പനായ യാക്കോബിന്റെ പ്രവാസവും തന്നിമിത്തം അവന്റെ കൂടാരത്തിലേക്ക് 2 സ്ത്രീകൾ അവന്റെ ഭാര്യയായി കടന്നു വരുന്ന ചരിത്രവും നാം ഒന്നിച്ചു ചിന്തിപ്പാനിടയായി തീർന്നു. സൗന്ദര്യ നിമിത്തം പ്രശംസിക്കപ്പെടുന്ന റാഹേലും സാമർത്ഥ്യ നിമിത്തം അംഗീകരിക്കപ്പെടുന്ന റാഹേലും അവഗണിക്കപ്പെടുന്ന സൗന്ദര്യമില്ലാത്ത, കൈക്കരുത്തില്ലാത്ത, ശേഷിയില്ലാത്ത, കണ്ണുനീരുകൾ പോലും പരിഹാസമായി തീരുന്ന ഹല്ലേലൂയ ലേയ എന്ന പെൺകുട്ടിയും ഒന്നിച്ചൊരു കൂടാരത്തിനകത്ത് ആരംഭിക്കുന്ന യാക്കോബിന്റെ കുടുംബജീവിതം. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിടത്ത്, എല്ലാ വഴികളും അടയപ്പെടുന്നിടത്ത്, അവസാന വഴിയും അടയപ്പെടുമ്പോഴും ദൈവം ഒരു മനുഷ്യനെ കൈവിടുകയില്ല എന്ന് ലേയയുടെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവൾ അനിഷ്ട എന്ന് കണ്ടപ്പോൾ യഹോവ അവളെ ഓർത്തു. നമ്മെ ഇഷ്ടപ്പെടുന്നത് കഴിവ് കൊണ്ടായിരിക്കാം, നമ്മെ ഇഷ്ടപ്പെടുന്നത് സൗന്ദര്യം കൊണ്ടായിരിക്കാം, നമ്മെ ഇഷ്ടപ്പെടുന്നത് സാമർത്ഥ്യം കൊണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രിയിൽ തിരിച്ചറിയണം, എല്ലാരും തള്ളിക്കളഞ്ഞാലും, സ്നേഹിക്കേണ്ടവരും ഇഷ്ടപ്പെടേണ്ടവരും വെറുത്തു കളഞ്ഞാലും, ഇന്ന് രാത്രിയിൽ നമ്മെ കാണുന്ന, അറിയുന്ന, കണ്ണുനീരിനെ മാനിക്കുന്ന, സങ്കടത്തെ തൂക്കി നോക്കുന്ന, വ്യസനത്തിന് അളവെടുക്കുന്ന ഒരു സർവശക്തൻ ഇന്ന് രാത്രിയിൽ നമ്മെ കാണുന്നുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ശ്രദ്ധിക്കണം, ഇങ്ങനെ എല്ലായിടത്തും അടിച്ചമർത്തപ്പെടുകയും അർഹതയില്ലാത്തിടത്ത് പോലും അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്ന 2 പെൺകുട്ടികൾ ഒരു കൂടാരത്തിനകത്ത് പുകഞ്ഞു തുടങ്ങുന്ന ഒരു കുടുംബജീവിതമായിരുന്നു യാക്കോബിന് ലഭ്യമായി തീർന്നത്. ഹല്ലേലൂയ. എന്നും അടിച്ചമർത്തപ്പെടുന്നവളുടെ അകത്ത വസനം പുറത്ത് ഇറങ്ങി വരാതെയും അവ പുറപ്പെട്ട് വെളിപ്പെടുമ്പോൾ അത് പ്രകടിപ്പിക്കുവാൻ പോലും ഹല്ലേലൂയ അനുവാദവും അവസരവും ലഭിക്കാതിരിക്കുമ്പോൾ അതകത്ത് തിങ്ങി നിന്ന് പകയായി ജ്വലിച്ച് സാമർത്ഥ്യത്തിന്റെയും കൈക്കരുത്തിന്റെയും ഹല്ലേലൂയ ആകർഷണത്വത്തിന്റെയും പേരിൽ ഒരുവൾ പ്രബലയായി നിന്ന് അവൾക്ക് നേരെ പൊരുതുന്ന ചരിത്രമാണ് ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിൽ നാം കാണുന്നത്.
ദാസിദാസന്മാരുള്ള, സമ്പത്തുകൾ ഏറെയുള്ള, ഒരുപാട് പ്രബലനായ, ആടുമാടുകൾ ഏറെയുള്ള, കൂടാരങ്ങൾ വളരെയുള്ള പ്രബലനായ പ്രഭുവായ യാക്കോബിന്റെ കുടുംബജീവിതം സന്തോഷകരമായിരുന്നില്ല. മറിച്ച് നാം ഇങ്ങനെ കാണുന്നു, അവിടെ രണ്ട് പെൺകുട്ടികൾ തമ്മിൽ പൊരുതി തമ്മിലുള്ള പോര് മുറുകി. ഒരാൺപൈതൽ ജനിച്ചപ്പോൾ അവൻ ഇങ്ങനെ ഒരു പേരിട്ടു, ഞാൻ എന്റെ സഹോദരിയോട് വലിയൊരു പോർപ്പൊരുത് ജയിച്ചു എന്ന് പറഞ്ഞ് അവന് നഫ്താലി എന്ന പേരിട്ടു. ശ്രദ്ധിക്കണം, ഇപ്പോൾ ഈ പോര് മുറുകി അത് വലിപ്പം വർദ്ധിച്ച് തലമുറകൾക്ക് പേരിടുന്നതിൽ പോലും ഈ പോരുകൾ വർദ്ധിച്ചു വരത്തക്ക നിലയിൽ കലുഷിതമായ ഒരു കുടുംബാന്തരീക്ഷം. ശ്രദ്ധിക്കണം, ഈ കുടുംബത്തിലാണ് യോസഫ് ജനിച്ചു വീഴുന്നത്. മനസ്സിലാക്കണം, അതിനു മുമ്പ് മുതലേ പൊരുതിക്കൊണ്ടിരിക്കുന്ന സമ്പന്നതകളുടെ എല്ലാം ഉള്ളപ്പോഴും, എല്ലാ ആഠ്യത്വവും പ്രഭുത്വവും ഉള്ളപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബാന്തരീക്ഷത്തിലേക്കാണ് യോസഫ് ജനിച്ചു വീഴുന്നത്. രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള പോരിന് നടുവിലേക്ക് യോസഫ് ജനിച്ചു വീഴുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവൻ അനുഭവിച്ച പകയ്ക്ക് അവനേക്കാൾ പ്രായവും പഴക്കവും ഉണ്ട്. എന്നാൽ യോസഫ് ജനിച്ചു കഴിഞ്ഞപ്പോൾ, അല്പം കഴിഞ്ഞപ്പോൾ യോസഫിന്റെ ജനനത്തോടുകൂടെ യാക്കോബ് ലാബാനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്റെ സ്വന്തം കുടുംബത്തിന് വേണ്ടി എന്ന് കരുതും എന്ന് പറഞ്ഞ് അവൻ മടങ്ങിപ്പോകുവാനുള്ള ഇച്ഛ പ്രകടിപ്പിച്ചപ്പോൾ വീണ്ടും ചില സംവത്സരങ്ങൾ കൂടെ അവനെ തന്റെ കൂടെ നിർത്തുകയും സമ്പത്തുക്കൾക്കായി സേവനം ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. അല്പം കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, തനിക്കുള്ളതിനെ സ്വരുക്കൂട്ടി സമ്പത്തുകളുമായി അവൻ പലായനം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയരെ ശ്രദ്ധിക്കണം, ഈ വിധത്തിൽ അവൻ പലായനം ചെയ്ത് മുന്നോട്ട് കടന്നു പോകുമ്പോൾ തന്റെ ഹല്ലേലൂയ സമ്പത്തുകളുമായി ഒറ്റ രാത്രി കൊണ്ട് ലാബാന്റെ മുഖഭാവത്തിനുണ്ടായ വ്യത്യാസത്തെ ഹല്ലേലൂയ മനസ്സിലാക്കി അവൻ മുന്നോട്ട് പ്രയാണം ചെയ്യുമ്പോൾ നാം കാണുന്ന ഒരു ചരിത്രമുണ്ട്. അവനെ പിന്തുടർന്ന് പിടിക്കുവാൻ ലാബാൻ തന്റെ പുത്രന്മാരെ സമ്പത്തുമായി അവന്റെ പിന്നാലെ കടന്നു വരികയാണ്. രാവിലെ സമയം നാം കേട്ടൊരു ഭാഗം തന്നെയാണത്. ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കണം, പ്രബലമായ തദ്ദേശികമായ കൈക്കരുത്ത് അവനുള്ളതിനെ പോലും കൊള്ളയടിക്കുവാൻ അവനെതിരെ പ്രബലമായി എഴുന്നേറ്റപ്പോൾ ഇരുളിന്റെ മറം അവന് കരുത്തായി വെളിപ്പെട്ട് ലാബാനോട് ഇടനിന്ന് ഒറ്റ രാത്രി കൊണ്ട് അവന്റെ തീരുമാനത്തെ മാറ്റാൻ ഇന്ന് ഹല്ലേലൂയ ദൈവം സർവശക്തനായ ദൈവത്തിന്റെ സന്ദർശനത്തിന് കഴിയുമെങ്കിൽ ഈ രാത്രിയിൽ ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. തദ്ദേശികൾ കൈക്കരുത്ത് കാണിക്കുന്നിടത്തും നിന്നേക്കാൾ പ്രബലനായവൻ മുഷ്ടി ചുരുട്ടുന്നിടത്തും നന്മയായി നിനക്ക് ലഭിക്കേണ്ടുന്ന അംഗീകാരങ്ങളും സമ്പത്തും അത് കൊള്ളയടിക്കപ്പെടുമ്പോഴും ഔദ്യോഗിക മണ്ഡലത്തിലാകട്ടെ, നീ പാർക്കുന്ന ദേശത്താകട്ടെ, യാക്കോബിന് വേണ്ടി നീതിയോടെ വ്യവഹരിപ്പാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെങ്കിൽ ഈ രാത്രിയിൽ നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്താൻ സർവശക്തനാണ്. ഏതു കരുത്തന്റെ മുന്നിലും, ഏത് നാട്ടുമൂച്ച് കാണിക്കുന്നവന്റെ മുന്നിലും, ഏത് തദ്ദേശവാസിയുടെ കൈക്കരുത്തിന് മുന്നിലും എന്റെ ദൈവത്തിന്റെ നീതി മറിഞ്ഞു പോകയില്ല. അവൻ നീതിയോടെ വ്യവഹരിക്കുന്നവനാണ്. അവൻ പരദേശിയെ പാലിപ്പാൻ അവന് വേണ്ടി ഇട നിൽക്കുന്നവനാണെങ്കിൽ ഇന്ന് രാത്രിയിൽ തിരിച്ചറിയണം, ഒറ്റ രാത്രിയുടെ ഇരുളിന്റെ നിറവിൽ വേദികളിൽ നിന്നിട്ടുണ്ട്. പക്ഷെ കർത്താവ് എനിക്ക് ബലം തന്നിട്ടുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ, ദൈവശക്തമായി ഇന്ന് രാത്രി നമ്മോട് ഇടപെടട്ടെ. ഒറ്റ രാത്രിയിൽ ഇരുളിന്റെ മറവിൽ സർവശക്തന്റെ സന്ദർശനം പ്രബലന്റെ കരത്തെ തടുത്ത് അവൻ ചെയ്യുവാൻ ഇച്ഛിച്ചത് ദോഷമാണെങ്കിലും ഗുണമാണെങ്കിലും അതിനെ അവന്റെ വായിൽ നിന്ന് വീഴാതെ, അതവന്റെ കരത്തിൽ നിന്ന് പുറപ്പെടാതെ ദൈവത്തിന് ഇടനിൽപ്പാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രിയിൽ പ്രബലന്മാരുടെ ആജ്ഞകളെയും അവന്റെ കൈക്കരുത്തിനെയും ഭയന്നാണ് ഈ ആരാധനയിൽ നീ കടന്നു വന്നിരിക്കുന്നതെങ്കിലും ഇന്ന് രാത്രിയിൽ ഇരുളിന്റെ മറവിൽ സർവശക്തന്റെ സന്ദർശനത്തിന് കരുത്തുണ്ട്. ഏത് പ്രബലന്റെയും കരത്തെ തടുക്കാൻ, ഏത് കരുത്തന്റെയും കരത്തെ തടുക്കാൻ, ഏത് പ്രബലനായവന്റെയും വാക്കിനെ തടുക്കാൻ, ഏത് അധികാരിയുടെയും വായടയ്ക്കുവാൻ ഇന്ന് രാത്രിയിൽ സർവശക്തന് കരുത്തുണ്ട്. നീ വന്നു പാർക്കുന്ന ദേശമായാലും ഇന്ന് രാത്രി നീ ധൈര്യത്തോടെ ഇരുന്നു. സർവശക്തന്റെ കടാക്ഷം നിനക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ ഇറങ്ങിയാൽ പ്രബലന്റെ നാവ് ചലിക്കില്ല, അവന്റെ കരം ചലിക്കില്ല, അവന്റെ സമ്പത്ത് ചലിക്കില്ല. നിന്റെ കൂടാരത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വത്തിനായി സ്വർഗം നിനക്ക് തന്നതിനെ കവർന്നെടുക്കാനായി ഉഗ്രതയോടെ പ്രവർത്തിക്കുന്നവൻ, പിന്തുടരുന്നവൻ, അവനെ വഴിയിൽ തടയാൻ ഇന്ന് രാത്രി സ്വർഗത്തിന്റെ കരത്തിന് കരുത്തുണ്ട്. Praise the Lord.
ദൈവം നീതിയോടെ ഇടപെട്ടു. ഇരുവഴിക്കായി പിരിഞ്ഞ് സ്വന്തം സമ്പത്തുമായി മുന്നോട്ട് കടന്നു പോകുന്നു. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ അപ്പന്റെ മരണശേഷം നിന്നെ ഞാൻ ശേഷിപ്പിക്കയില്ല എന്ന് വാദിക്കുന്ന, തനിക്ക് നേരെ ഭീഷണി മുഴക്കിയ തന്റെ സ്വന്തം സഹോദരൻ, അവൻ തനിക്ക് നേരെ വരുന്നു എന്ന് യബോക്കിന്റെ കടവിങ്കൽ വെച്ച് യാക്കോബ് പറഞ്ഞു. തല ഉയർത്തി നോക്കിയപ്പോൾ തന്റെ സഹോദരൻ തനിക്കു നേരെ കടന്നു വരുന്നത് അവൻ കണ്ടു. ഒരു കാര്യം അവൻ ചെയ്തു. ആ കൂട്ടത്തെ അവൻ മൂന്നായി തിരിച്ചു. ദാസിമാരെയും മക്കളെയും, ലേയെയും പുത്രന്മാരെയും, റാഹേലിനെയും മകനെയും വേർതിരിച്ച് ആ കൂടാരത്തിനകത്ത് അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന, പതിയെ പറഞ്ഞിരുന്നൊരു കാര്യത്തെ മറനീക്കി അവൻ പുറത്തു കൊണ്ടുവന്നു. ശ്രദ്ധിക്കണം, യാക്കോബിന്റെ കൂടാരത്തിൽ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ദാസിമാരും മക്കളും എന്നും ദാസിമാരും മക്കളുമാണ്. ലേയും മക്കളും അനിഷ്ടയും പുത്രന്മാരുമാണ്. ഇഷ്ടയും പുത്രനും യോസഫും റാഹേലുമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിനെ പ്രവർത്തി കൊണ്ട് മറനീക്കി പുറത്തു കൊണ്ടുവന്നു. പ്രിയരെ ശ്രദ്ധിക്കണം, കൂട്ടം തിരിഞ്ഞതും വേർപെട്ടതും തമ്മിൽ പിരിഞ്ഞതും കൂട്ടം കൂട്ടമായതും എതിരെ ഒരു പ്രശ്നം വരുന്നു എന്നറിഞ്ഞപ്പോഴാണ്. ഇന്ന് രാത്രിയിൽ ഈ ദൂത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. എതിരെ ഒരു വിഷയം വരുന്നു എന്നറിഞ്ഞപ്പോൾ സ്വന്തം കുടുംബത്തെ, സ്വന്തം കൂടാരത്തെ, സ്വന്തം മക്കളെ, തനിക്കുള്ളതിനെ കൂട്ടം കൂട്ടമായി യാക്കോബ് തിരിച്ചു. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പ്രബലമായ ഒരു വിഷയം തനിക്കെതിരെ പുറത്തു നിന്ന് വരുന്നു എന്ന ശ്രുതിയാണ് ഇതിന് പിന്നിൽ കാരണമായിരുന്നത്. എന്നാൽ ഹല്ലേലൂയ, പുറത്തു നിന്ന് വന്ന താൻ ഭയപ്പെട്ട ഏശാവ് എന്ന വിഷയം ഒന്നും ചെയ്തില്ല. പക്ഷേ അത് ഭയന്ന് കൂടാരത്തിനകത്തിട്ട വിള്ളൽ പിന്നൊരിക്കലും ചേർന്നില്ല. മനസ്സിലാക്കണം, ഒന്നിച്ചു നിൽക്കുന്ന ദൈവവൈതലെ, ഒന്നിച്ചു നിൽക്കുന്ന ദൈവസഭയെ, പുറത്തു നിന്ന് വരുന്ന ഒരു വിഷയവും നമ്മെ ഒന്നും ചെയ്യില്ല. എന്നാൽ പുറത്തു നിന്നൊരു വിഷയം വരുമ്പോൾ വിള്ളൽ വീഴരുത്, വിള്ളൽ വീഴരുത്. പുറത്തു നിന്നൊരു ഭീഷണി വരുമ്പോൾ വിള്ളൽ വീഴരുത്. പുറത്തു നിന്നൊരു പ്രതിസന്ധി വരുമ്പോൾ വിള്ളൽ വീഴരുത്. മറിച്ച് ഒന്നിച്ചു നിൽക്കാൻ തയ്യാറാകണം ദൈവമക്കൾ. നോക്കൂ, ആ കൂടാരത്തിനകത്ത് അന്നിട്ട വിള്ളൽ പിന്നെ കൂടിച്ചേർന്നില്ല. ഇന്ന് രാത്രിയിൽ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പ്രബോധിപ്പിക്കാം. നമ്മുടെ കൂടാരങ്ങളിൽ ഒന്നും രണ്ടുമേയുള്ളൂ. എന്നാൽ തലമുറകൾക്കിടയിൽ വിള്ളൽ വീഴുന്ന ഒരു വാക്കുപോലും നമ്മുടെ നാവിൽ നിന്ന് വീഴരുത്. കുഞ്ഞുങ്ങൾക്കിടയിൽ മനസ്സകന്നു പോയാൽ അത് പിന്നെ കൂടിച്ചേരില്ല. എത്ര ഉപവസിച്ചാലും കൂടിച്ചേരില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ കൂടാരത്തിനകത്ത് രഹസ്യമായി പറഞ്ഞിരുന്ന ഒരു ചെറിയ പിറുപിറുപ്പായിരുന്ന ഈ ഇഷ്ടാനിഷ്ടങ്ങളുടെ അക്കത്തൂക്കങ്ങളെ പ്രവർത്തി കൊണ്ട് മറനീക്കി യാക്കോബ് പുറത്തു കൊണ്ടുവന്നു. അല്പം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എഫ്രാത്തിലെത്താൻ അല്പം ദൂരം ബാക്കിയുള്ളപ്പോൾ ബെന്യാമീനെ പ്രസവിച്ച് റാഹേൽ മരിക്കുകയാണ്. യോസഫിന് പ്രായം 10 വയസ്സിൽ താഴെ. 10 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള യോസഫ് എന്ന് പറയുന്ന ഈ ബാല്യം താൻ അനാഥത്വം ഏറ്റുവാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, 10 വയസ്സിൽ താഴെ മാത്രമേ തനിക്ക് പ്രായമുള്ളൂ. ശ്രദ്ധിച്ചാട്ടോ പ്രിയരെ, ഒരമ്മയുടെ സംരക്ഷണം വേണ്ടുന്ന കാലം, ഒരമ്മയുടെ സ്നേഹം വേണ്ടുന്ന കാലം, ഒരമ്മയുടെ പരിഗണന വേണ്ടുന്ന കാലം, ഒരമ്മയുടെ വാത്സല്യം വേണ്ടുന്ന കാലം, പങ്കിടുവാനും പങ്കുകൊള്ളുവാനും ഒരമ്മയെ തേടുന്ന കാലം, ആ കാലത്ത് അമ്മ നഷ്ടപ്പെട്ട ഒരു ബാല്യവുമായി നിൽക്കുകയാണ് യോസഫ് എന്ന് പറയുന്ന ചെറിയ ബാല്യക്കാരൻ. ശ്രദ്ധിക്കണം, ഞാൻ കുവൈറ്റിൽ ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ 53-55 വയസ്സ് പ്രായമുള്ള ഒരു കർത്തൃദാസൻ എന്റെ കരത്തിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഒരു കാര്യം എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോനെ ദൈവദാസനെ, ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം, അമ്മയില്ലാത്തൊരു ബാല്യം അതാർക്കും ഉണ്ടാകരുത്. മക്കളും മരുമക്കളും കൊച്ചുമക്കളുമായിട്ടും ഇന്നും ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണങ്ങാതെ കിടക്കുന്നു അമ്മയില്ലാതെ താൻ താണ്ടിയ ബാല്യത്തിന്റെ മുറിവുകൾ. പ്രിയരെ ശ്രദ്ധിക്കണമേ, ഈ വിധത്തിൽ അമ്മയില്ലാത്തൊരു ബാല്യത്തിൽ
സാഹചര്യത്തിലേക്ക് താൻ തള്ളപ്പെട്ടപ്പോൾ ഇതുവരെ തനിക്കെതിരെ പ്രബലമായി നിന്ന തന്റെ അമ്മയോട് പ്രവൃത്തി നിന്ന അർഹമല്ലാത്ത അംഗീകാരങ്ങൾ താൻ നേടുമ്പോൾ തനിക്ക് സംരക്ഷണമായിരുന്ന അമ്മ മാറ്റപ്പെട്ടപ്പോൾ അമ്മയുടെ പ്രതിയോഗി കുടുംബത്തിൽ അധികാരത്തിൽ വന്നു. ശ്രദ്ധിക്കണം, ഒരു തരത്തിൽ അമ്മ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം തന്റെ ഹൃദയത്തിൽ വല്ലാതെ അലട്ടുമ്പോൾ, അമ്മയെ നഷ്ടപ്പെട്ടതിന്റെ സങ്കടങ്ങൾ തന്റെ ജീവിതത്തിൽ വല്ലാതെ മുറിവേൽപ്പിക്കുമ്പോൾ, ബെന്യാമീനെ പോലെ അനാഥമാക്കപ്പെട്ട ബാല്യങ്ങൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ആ പിഞ്ചു ബാല്യത്തിന് നഷ്ടപ്പെട്ട മറ്റൊന്നുകൂടെയുണ്ട്. ഹല്ലേലൂയ. ഇതുവരെ തനിക്ക് അംഗീകാരവും ഇതുവരെ തനിക്ക് സ്നേഹവും ഇതുവരെ അർഹതയില്ലാത്തതുപോലും തനിക്ക് നേടിത്തന്നിരുന്ന അമ്മയുടെ സംരക്ഷണം മാറ്റപ്പെട്ടപ്പോൾ അമ്മയുടെ സ്ഥാനത്തേക്ക് അമ്മയുടെ പ്രതിയോഗി പൊതുവെ കരുത്തു പ്രാപിച്ചു വന്നു. സ്വതവേ ആ സ്ഥാനത്തേക്ക് കയറി വന്നു. ശ്രദ്ധിച്ചാട്ട് ഇങ്ങനെ എല്ലാവിധത്തിലും തന്റെ ഹൃദയത്തെ വല്ലാതെ അലട്ടുന്ന, വല്ലാതുടയ്ക്കുന്ന, ഹല്ലേലൂയ, ഹൃദയത്തിന്റെ ആഴങ്ങളിലെ മുറിവുകൾ പൊറുതി വരുവാൻ കഴിയാത്ത വിധത്തിൽ ആഴമേറിയ പ്രബലതകൾ തനിക്ക് നേരെ കുടുംബത്തിൽ നിൽക്കുമ്പോൾ നാം തുടർന്നുള്ള അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു. അവന് 17 വയസ്സായപ്പോൾ അവൻ തന്റെ അപ്പന്റെ ദാസിമാരായ ശില്പയുടെയും ബിൽഗയുടെയും പുത്രന്മാരോട് കൂടെ ആടുമേയിക്കുന്നവനായിരിക്കുന്നു. എന്താ കാരണം? ഇസ്രയുടെ പുത്രന്മാർ അനിഷ്ടയുടെ പുത്രന്മാർ കൂടെ കൂട്ടായി ദാസിമാരുടെ മക്കളോട് കൂടെ പോകത്തക്ക നിലയിൽ തന്റെ ബാല്യം വല്ലാതെ സങ്കടത്തിലേക്ക് മുങ്ങിപ്പോകുന്നു. അടുത്ത ഭാഗം നാം ഇങ്ങനെ വായിക്കുന്നു. സമാധാനത്തോട് അവർക്കൊന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അവനെ കുറിച്ചുള്ള ദുശ്രുതി അപ്പനോട് പറഞ്ഞത് നിമിത്തം ഹല്ലേലൂയ ദാസ്യത്വത്തിന്റെ ഹല്ലേലൂയ സൗഹൃദങ്ങളും നഷ്ടപ്പെട്ട് എല്ലാവരാലും ത്യജിക്കപ്പെട്ട് എല്ലാ സമൃദ്ധിയുമുള്ള വീട്ടിൽ ഒരു സമാധാനത്തിന്റെ വാക്കുപോലും കേൾക്കാനില്ലാതെ സകലയിടവും തടയപ്പെട്ടവനായി അപ്പന്റെ അംഗീകാരങ്ങൾ തനിക്ക് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും വല്ലാത്ത തിക്തതകളെ ഉണർത്തിവിടുന്ന വല്ലാത്ത പ്രതിസന്ധികളായി അവ മാറ്റപ്പെടുമ്പോൾ ശ്രദ്ധിക്കണം. നാം ഇങ്ങനെ വായിക്കുന്നു. ആ 17-ാം വയസ്സ് എല്ലായിടത്തും പകചൊല്ലിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാ സമൃദ്ധിയും എല്ലാ ഹല്ലേലൂയ ധനാഢ്യതയും ദാസന്മാരും സമ്പത്തും സമൃദ്ധിയുമുള്ള ദേശത്ത് അംഗീകാരവും പ്രഭുത്വവുമുള്ള ആ കൂടാരത്തിനകത്ത് സമാധാനത്തിന്റെ ഒരു വാക്കുപോലും കേൾക്കാനില്ലാതെ സ്വന്തം ജീവിതത്തെ ഉരുകി തീർക്കുകയാണ്. ഇന്ന് രാത്രിയിൽ എല്ലാം ഉണ്ടായിരിക്കെ ജീവിതത്തിൽ സമാധാനത്തിന്റെ ഒരു വാക്ക് പറയാൻ ആളില്ലെങ്കിൽ, എല്ലാം ഉള്ളപ്പോഴും സന്തോഷത്തോടെ അത് അനുഭവിക്കാൻ കഴിയത്തില്ലെങ്കിൽ, ഇന്ന് രാത്രിയിൽ സങ്കടങ്ങളുടെ നടുവിൽ യോസഫിനെ ഓർത്തൊരു ദൈവമുണ്ട്. യോസഫിനെ ഓർത്തൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രിയിൽ നിന്നെ ഓർക്കാൻ ആ ദൈവത്തിന് കഴിയും. ദൈവകരങ്ങൾ നിന്നെ സമർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ വിധത്തിൽ തനിക്ക് ചുറ്റും പകചൊല്ലിച്ചും തനിക്ക് സമാധാനത്തിന്റെ ഒരു വാക്കുപോലും കേൾക്കുവാനില്ലാത്ത വിധത്തിൽ സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലമാകുമ്പോൾ സ്വജനത്തിന്റെ നടുവിൽ തള്ളപ്പെട്ടവനായിരിക്കുമ്പോൾ പിഞ്ചുമാല്യം ഇങ്ങനെ പ്രാർത്ഥിച്ചു കാണും. കർത്താവേ, എനിക്ക് ചുറ്റും ഈ പക ജ്വലിക്കുമ്പോൾ ഈ പകയ്ക്കുന്നവരുടെ നടുവിൽ നീ എനിക്കൊരടയാളം തരണമേ. നീ എന്നെ കാണുന്നുണ്ടെന്നും ഞാൻ സഹിക്കുന്നത് എന്തെന്ന് നീ അറിയുന്നുണ്ടെന്നും എന്റെ പിതാക്കന്മാരുടെ ദൈവമായി, ഇസ്രായേലിന്റെ ദൈവമായി, ഇസ്ഹാക്കിന്റെ ദൈവമായി, അബ്രഹാമിന്റെ ദൈവമായി, എന്റെ പിതാക്കന്മാരുടെ ദൈവമേ, ഞാൻ അനുഭവിക്കുന്ന ഈ സങ്കടത്തെ നീ കാണുന്നുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ നീ എന്നോട് ഇടപെടണമേ. ആ പ്രാർത്ഥനയെ കേട്ട് ദൈവം അവനൊരു ആശ്വാസത്തെ കൊടുത്തു. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചു. എല്ലാം പ്രതികൂലമായപ്പോൾ സ്വന്തം സഹോദരന്മാരായ 10 പേർ പ്രബലന്മാരായി എതിർത്തപ്പോൾ യോസഫിനെ ഓർക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ പ്രതിയോഗിയുടെ എണ്ണം നോക്കണ്ട. ഇന്ന് രാത്രി നീ പ്രാർത്ഥിച്ചോ, ദൈവം നിന്നെ ഓർക്കുന്ന ദൈവമാണ്. ദൈവം അവനൊരു അടയാളം കൊടുത്തു. അതൊരു സ്വപ്നമായിരുന്നു. സ്വപ്നം. ആ സ്വപ്നം എങ്ങനെയാണ് നമുക്കറിയാം. താനും തന്റെ സഹോദരന്മാരും കൂടെ വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുന്നു. കറ്റ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ കറ്റ നിവർന്നു നിന്നു. സഹോദരന്മാരുടെ കറ്റ തന്റെ കറ്റയെ വീണ് നമസ്കരിച്ചു. ഇത്രയേ ഉള്ളൂ ദൈവം അവന് കൊടുത്ത ദൈവത്തിന്റെ ഇടപാട്. ദൈവം കൊടുത്ത ഇടപാട് ഇത്രയേ ഉള്ളൂ. ദൈവം കൊടുത്ത ദർശനം ഇത്രയേ ഉള്ളൂ. സ്വപ്നം ഇത്രയേ ഉള്ളൂ. എന്നാൽ പ്രിയരെ, നമുക്കൊരു സ്വഭാവമുണ്ട്. മാനുഷികമാണ്, മനുഷ്യ സഹജമാണ്. സന്തോഷമുള്ളൊരു കാര്യം അകത്തു കിട്ടിയാൽ ഒരു സമാധാനം വരണമെങ്കിൽ ആരോടെങ്കിലും ഒന്ന് പറയണം.
ഒന്നുമില്ല, ആരെയും കിട്ടിയില്ല, റോഡിലോട്ട് ഇറങ്ങി പോകുന്നവരോടെങ്കിലും ഒന്ന് പറഞ്ഞാലേ അതിനകത്തൊരു സമാധാനം കിട്ടത്തുള്ളൂ. ശ്രദ്ധിക്കണം, ഇത്രമാത്രം തിക്തവും തീപ്തവുമായിരിക്കുന്ന തന്റെ ജീവിതാനുഭവങ്ങളെ, ഉരുകിക്കൊണ്ടിരിക്കുന്ന തന്റെ യൗവനത്തെയും കൗമാരത്തെയും മുൻകണ്ടു നിൽക്കുന്ന ഈ ചെറുപ്പക്കാരൻ തന്റെ സ്വപ്നത്തിൽ ദൈവം തന്നോട് ഇടപെട്ട ഈ ദർശനത്തെ അല്ലെങ്കിൽ സ്വപ്നത്തെ, അടയാളത്തെ അകത്ത് തിങ്ങുന്ന വിങ്ങുന്ന മനസ്സോടെ അതിനെ കേട്ടുകഴിഞ്ഞപ്പോൾ, ഉൾക്കൊണ്ടു കഴിഞ്ഞപ്പോൾ ആരോടെങ്കിലും ഒന്ന് പറയണം. ആരോട് പറയാനാ? അവസാനം നിശ്ചയിച്ചു ഈ സഹോദരന്മാരോട് തന്നെ പറയാം. ചെന്ന് നിന്ന് പറഞ്ഞു കാണും. ചിന്തിക്കണം, നമ്മളെ പോലുള്ള സാഹചര്യങ്ങളിൽ തന്നെയൊക്കെയാ യാഥാർത്ഥ്യങ്ങൾ, അങ്ങനെയൊക്കെ തന്നെയാണ്. ചെന്ന് പറഞ്ഞു കാണും, 10 പ്രബലന്മാരുടെ ഇടയിലോട്ട് എന്നിട്ട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. ആരും അനങ്ങി കാണത്തില്ല. വീണ്ടും ചെന്ന് നിന്നിട്ട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. ആരും അനങ്ങി കാണത്തില്ല. 3-4 പ്രാവശ്യം പറഞ്ഞപ്പോ ഏതോ ഒരുത്തൻ പറഞ്ഞു, എടാ എന്തുവാ കണ്ടെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോ, കുറെ നേരം കൊണ്ട് പറയുന്നല്ലോ. നമ്മളെല്ലാം കൂടെ വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അന്നേരം എന്റെ കറ്റ എഴുന്നേറ്റ് നിന്നു, നിങ്ങളുടെ കറ്റയെല്ലാം എന്റെ കറ്റ വീണ്. അയ്യോ, നിങ്ങളെല്ലാം കഥ കേൾക്കുന്ന പോലെ ഇരിക്കുന്നു. അപ്പോൾ യോസഫിന് ലഭ്യമായി തീർന്ന ഈ ദർശനത്തെ, ഈ അടയാളത്തെ താൻ വന്ന സഹോദരന്മാരോട് പറഞ്ഞു, എന്റെ കറ്റ എഴുന്നേറ്റ് നിന്നു, നിങ്ങളുടെ കറ്റ എല്ലാം വീണ്. ഒന്ന് പറ. നമസ്കരിച്ചു. ഇത് പറയുമ്പോൾ മസിലുള്ള 10 ചേട്ടന്മാർ ഒന്നിച്ച് പൊക്കി നിർത്തിയിട്ട് അവനോടൊരു ചോദ്യം ചോദിച്ചു, നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങളുടെ രാജാവാകുമോ? ഈ പറഞ്ഞതിനകത്ത് അവൻ പറഞ്ഞോ ഞാൻ നിങ്ങളുടെ രാജാവാകുമെന്ന്? പറഞ്ഞോ? അങ്ങനെ വല്ല അർത്ഥം അവൻ പറഞ്ഞോ? ഇല്ല. പിന്നെ എങ്ങനെ ഈ അർത്ഥം വന്നേ? നമ്മുടെ മനസ്സിൽ ഒരു കാര്യം ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതെല്ലാം അതായിരിക്കും. അതുകൊണ്ടാണ് ഞായറാഴ്ച സങ്കീർത്തന പ്രബോധനത്തിനകത്ത് കാണിച്ച കുരുത്തക്കേടുകളെയൊക്കെ പാസ് അറിഞ്ഞില്ലെങ്കിൽ പോലും കിട്ടുന്നത്. നമുക്കൊരു ചിന്തയുണ്ട്, പാസ്വേഡ് ആരോട് പറഞ്ഞതാ, അതാ ഇത്ര കൃത്യമായിട്ടൊക്കെ പറയുന്നത്. ശ്രദ്ധിക്കണം. അപ്പോ ഈ അകത്ത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കാണുന്നതിനകത്തും കേൾക്കുന്നതിനകത്തും എല്ലാം മുൻവിധി ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കും. എവിടെ നിന്നാണ് ഈ ചിന്ത വന്നത്? നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ കുടുംബത്തിന്റെ ചരിത്രം നോക്കിക്കേ. ഈ കുടുംബത്തിന്റെ ചരിത്രം, അപ്പന്റെ കാലം നോക്കണം. മിടുമിടുക്കനായ ജ്യേഷ്ഠൻ എന്ന് പറയാൻ 1.5 വയസ്സിന്റെ വ്യത്യാസമൊന്നുമില്ല. ഒന്നിച്ച് ജനിച്ചതാ, ആദ്യം ജനിച്ചു പോയത് കൊണ്ടങ്ങ് ജ്യേഷ്ഠനായതാ. ശ്രദ്ധിക്കണം. എന്നാൽ ഇരിക്കട്ടെ, അവന് ജ്യേഷ്ഠസ്ഥാനം ദൈവം കൊടുത്തതാ. ദൈവത്തിന്റെ മക്കൾ മുഖപക്ഷമില്ല എന്ന് കാണിപ്പാൻ ദൈവം ഉദ്ധരിക്കുന്ന ഭാഗവും ഇത് തന്നെയാണ്. അനിയന്റെ മേലുള്ള തിരഞ്ഞെടുപ്പിന് പകരമായി പ്രത്യുപകാരം സ്വർഗം ചെയ്തതാ. പോട്ടെ, ആ ഭാഗങ്ങൾ അവിടെ നിൽക്കട്ടെ. അതിനെ വിറ്റുകളഞ്ഞവനെ സ്വർഗം വിളിക്കുന്നു അഭക്തൻ എന്ന് പറഞ്ഞാൽ അപ്പന് നേടിത്തരാൻ കഴിയാത്ത, അമ്മയ്ക്ക് നേടിത്തരാൻ കഴിയാത്ത, സ്വന്തം ജനത്തിന് നേടിത്തരാൻ കഴിയാത്ത, അധ്വാനങ്ങൾ കൊണ്ട് നേടാൻ കഴിയാത്ത, ഒരായുസ് മുഴുവൻ ചിലവഴിച്ചാലും നേടാൻ കഴിയാത്തതൊന്നിനെ ദൈവം തന്നെ ദാനമായി തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ലാഭം വന്നാലും എന്ത് നഷ്ടം വന്നാലും അതിനെ വിട്ടുകളയാതെ ചേർത്ത് പിടിക്കണം. അത് ഭക്തിയുടെ പ്രവൃത്തിയാണ്. ശ്രദ്ധിക്കണേ, അത് ഭക്തിയുടെ പ്രവൃത്തിയാണ്. അതിനെ വിട്ടുകളഞ്ഞാൽ ദൈവം നമ്മെ വിളിക്കും അഭക്തരെന്ന്. യേശാവിന് പറ്റിയതാ. തനിയെ നേടാൻ കഴിയാത്തത് ദൈവം നൽകിയതിനെ വിട്ടുകളഞ്ഞപ്പോൾ അവനെ അഭക്തൻ എന്ന് വിളിക്കുന്നു. ഒരു നിമിഷം വൈകിയായിരുന്നെങ്കിൽ അവന്റെ ജ്യേഷ്ഠസ്ഥാനം പോയേനെ. ദൈവമാ അവനെ ആദ്യം ജനിപ്പിച്ചു ജ്യേഷ്ഠനാക്കിയത്. പോട്ടെ, ഈ മിടുമിടുക്കനായ ജ്യേഷ്ഠൻ, വനസഞ്ചാരിയായ ജ്യേഷ്ഠൻ, വേട്ടയിൽ സമർത്ഥനായ ജ്യേഷ്ഠൻ, ഏത് കൊടുങ്കാട്ടിലും കയറിപ്പോകുന്ന ജ്യേഷ്ഠൻ, അവനെ തള്ളിയിട്ട് അമ്മയുടെ സഹായത്തോടെ വീട് വിട്ട് മിറ്റത്തിറങ്ങാത്ത, സാധുശീലനായ, ഒരുത്തനെയും ആക്രമിപ്പാൻ കഴിയത്തില്ലാത്ത, ബുദ്ധികൂർമ്മത അധികമില്ലാത്ത, പ്രവർത്തിപ്പാൻ ശേഷിയില്ലാത്ത, ഹല്ലേലൂയ, ഓടി നടപ്പാൻ ശീലമില്ലാത്ത ഈ അനുജൻ അമ്മയുടെ സഹായത്താൽ ആ മൂത്ത മിടുക്കനായ ജ്യേഷ്ഠനെ തള്ളി ഉയർന്നു വന്ന ചരിത്രം കുടുംബത്തിനകത്ത് കിടക്കുകയാണ്. അവരുടെ അപ്പന്റെ കാലം നോക്കണം. ഇസ്ഹാക്കിന്റെ കാലം. മൂത്തവനായിരുന്ന ഇസ്മായേലിനെ ആ കൂടാരത്തിൽ അകത്തു നിന്ന് തള്ളിയിട്ട് അവന്റെ അമ്മ സാറ ഒരു ദിവസം ഒറ്റ നിൽപ്പ് നിന്നിട്ട് മൂത്തവനായ ഇസ്മായേലിനെ കൂടാരത്തിൽ നിന്ന് പുറത്താക്കാൻ പറഞ്ഞപ്പോൾ അമ്മയോടുള്ള പറ്റുമാന നിമിത്തം അവൻ പുറത്തു പോയിട്ട് അവന് ലഭിക്കേണ്ടുന്ന ജ്യേഷ്ഠസ്ഥാനം അനുജന് ലഭിച്ച് അവൻ കുടുംബത്തിൽ പ്രഭുവായി ഉയർത്തപ്പെട്ട ചരിത്രം കുടുംബത്തിനകത്ത് കിടക്കുകയാണ്. അങ്ങനെ ഈ കുടുംബത്തിന്റെ ഇന്നലകൾ തിരിഞ്ഞു നോക്കിയാൽ കാണുന്ന ചരിത്രം ഇതാണ്. ഏതമ്മയോടാണോ അപ്പൻ ഇഷ്ടം, ഏതമ്മയ്ക്കാണോ
ആരാണോ കൈമിടുക്കുള്ളത് ആ അമ്മയുടെ മകൻ ഉയർന്നു വരുന്നൊരു ചരിത്രം കിടക്കുകയാണ്. 2, യാക്കോബ് സ്വന്തം പ്രവൃത്തി കൊണ്ട് തന്റെ സ്നേഹത്തെയും പറ്റുമാനത്തെയും തെളിയിച്ചിട്ടുമുണ്ട്. ആ വിധത്തിൽ ഇരിക്കുമ്പോൾ, ഇങ്ങനെയുള്ള ചിന്തകൾ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ, ഈ സ്വപ്നം കണ്ടപ്പോൾ അവർ വിചാരിച്ചൊരു കാര്യം ഇതാണ്: ഈ സ്വപ്നത്തിന്റെ അർത്ഥം ഇതാ, ഇവൻ ഉയർത്തപ്പെടും, അപ്പൻ ഇവനെ ഉയർത്തും, ഈ കുടുംബത്തിൽ ഇവൻ ഒന്നാമനാകും. എന്നാൽ ശ്രദ്ധിക്കണം, ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ജ്യേഷ്ഠന്മാരുടെ ഈ മുൻവിധികളിൽ നിന്ന് വിഭിന്നമായ ഒരു അർത്ഥം ഈ സ്വപ്നത്തിനുണ്ടോ? പരിശുദ്ധാത്മാവ് എനിക്ക് തെളിയിച്ച മറ്റൊരു ഭാഗമുണ്ട്. പ്രിയരെ ശ്രദ്ധിക്കണം, യോസഫ് കണ്ടത് ഒരു കൊയ്ത്തുകാലത്തിന്റെ ദർശനമാണ്, അല്ലെ? യോസഫ് കണ്ടത് ഒരു കൊയ്ത്തുകാലത്തിന്റെ ദർശനമാണ്. ഒരു കൊയ്ത്തുണ്ടെങ്കിൽ ഒരു വിതയുമുണ്ട്, ഒരു വിതയുമുണ്ട്. ദൈവം യോസഫിനോട് ഇടപെട്ട ആലോചന ഇതായിരിക്കാം: മോനെ, ഇതൊരു വിതയുടെ കാലമായി, ഇതൊരു വിതയുടെ കാലമാണ്. എന്നാൽ ഇതിന് ഞാനൊരു കൊയ്ത്തു വെച്ചിട്ടുണ്ട്. ഇന്നും നീയും വിതയ്ക്കുന്നു, നിന്റെ സഹോദരന്മാരും വിതയ്ക്കുന്നു. എന്നാൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഈ പ്രവൃത്തികൾക്കൊരു കൊയ്ത്തുണ്ട്. അന്നും നിന്റെ പ്രവൃത്തി നിവരെ നിൽക്കും. സഹോദരന്മാരുടെ പ്രവൃത്തി നിന്റെ മുന്നിൽ വീണു പോകുന്ന ഒരു കൊയ്ത്തുകാലം ഞാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി കണ്ണുനീരോടെ ജീവിതത്തെ കാണുന്ന ദൈവപൈതലേ, എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതത്തെ ദർശിക്കുന്ന ദൈവപൈതലേ, മുന്നോട്ട് അടിവെക്കുവാൻ പോലും എന്തു ചെയ്യണമെന്നറിയാതെ ഹൃദയമൊരുകുന്ന ദൈവപൈതലേ, നിന്റെ കണ്ണുനീരിന്റെ തലം ഇതൊരു വിതയുടെ കാലമാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനൊരു ദൂത് പറയാനുണ്ട്: കണ്ണുനീരോടെ നീ വിതച്ചോ, ആർപ്പോടെ നിനക്കൊരു കൊയ്ത്തു വെച്ചിട്ടുണ്ട്. നീ വിത്തു ചുമന്ന് കരഞ്ഞു നടക്കുന്നെങ്കിൽ കാറ്റ് ചുമന്ന് ആർത്തു വരുന്ന ഒരു കൊയ്ത്തുകാല സ്വർഗം നിനക്ക് വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ നിന്റെ കണ്ണുനീരുകൾക്കൊരു പ്രതിഫലം സ്വർഗം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കൊയ്ത്തിനും വിതയ്ക്കും തമ്മിൽ അഭേദ്യമായ ചില നിയമങ്ങളുണ്ട്. ഒന്ന്, എന്തു വിതയ്ക്കുന്നു അത് തന്നെ കൊയ്യണം. എള്ളു വിതച്ചാൽ നെല്ല് കൊയ്യില്ല, യവം വിതച്ചാൽ കോതമ്പ് കൊയ്യില്ല. എന്തു വിതച്ചാലും അത് തന്നെ കൊയ്യണം. അത് കൊയ്ത്തിന്റെ നിയമമാണ്, മനസ്സിലാക്കണം. ഹല്ലേലൂയ. 1 വിതച്ചാൽ 30 കൊയ്യണം, ഒത്താൽ 60 കൊയ്യണം, നേടിയാൽ 100 കൊയ്യണം. അത് ദൈവിക വ്യവസ്ഥയാണ്. ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കിക്കോ. ഹല്ലേലൂയ. ഒരു വെറും വാക്ക് വിതച്ചാൽ മറ്റൊരുത്തിന് ദോഷമാണെങ്കിൽ അത് നീ കൊയ്യേണ്ടി വരും. ഒരു നന്മ വിതച്ചാൽ അത് ദൈവത്തിന് മഹത്വമാണെങ്കിൽ നീ അത് കൊയ്യേണ്ടി വരും. ഹല്ലേലൂയ. ഒരുവന് വേണ്ടി കെണി വിതച്ചാൽ നീ അത് കൊയ്യേണ്ടി വരും. കാറ്റു വിതച്ചാൽ കൊടുങ്കാറ്റ് കൊയ്യണമെന്നൊരു പഴമൊഴിയില്ലേ? എന്തു വിതച്ചാലും കൊയ്യണം, എവിടെ വിതച്ചാലും കൊയ്യണം. ഇന്ന് രാത്രിയിൽ ദൈവമഹത്വത്തിനായി നന്മ നീ വിതച്ചോ, സ്വർഗം വായ്ക്കു തൃപ്തി വരത്തക്ക നിലയിൽ നന്മകൾ കൊണ്ട് നിന്നെ നിറയ്ക്കും. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഒരു വാക്ക് പറഞ്ഞാൽ നാളുകളിൽ അതിന്റെ നീതികൾ വെളിപ്പെടും. നിന്റെ തലമുറയ്ക്കൊരു കൊയ്ത്തതിൽ നിന്നുണ്ടാകും, നിനക്കൊരു കൊയ്ത്തതിൽ നിന്നുണ്ടാകും. നീ പറഞ്ഞ നല്ല വാക്കിൽ നിന്ന് നന്മ അനുഭവിച്ചവരാരും നിനക്ക് തിരിച്ചു പറയാൻ കാണില്ല. പക്ഷെ സ്വർഗത്തിന്റെ നീതി എങ്ങും ബ്ലോക്കാവില്ല. വിശ്വസ്തയോടെ നടക്കുന്നവനെ നീതിയോടെ സ്വർഗത്തിൽ നിന്ന് നോക്കുന്ന സർവശക്തന്റെ നീതി വെളിപ്പെടുക തന്നെ ചെയ്യും. നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ നീതി വരിക തന്നെ ചെയ്യും. അനുഭവങ്ങളിൽ പറയാം, ഒരു വാക്കുകൊണ്ടെങ്കിലും നന്മ വിതച്ചിട്ടുണ്ടെങ്കിൽ നന്മ അനുഭവിച്ചവരാരും നിനക്ക് പ്രത്യുപകാരം ചെയ്യില്ല. എന്നാൽ നിനക്ക് വേണ്ടി ഒരു വാക്ക് പറയേണ്ടുന്ന കാലത്ത് അറിവില്ലാത്ത ഇടത്തു നിന്ന് ദൈവം 100 പേരെ എഴുന്നേൽപ്പിക്കും. ഒരുവന് വേണ്ടി കൈത്താങ്ങിക്കോ, അവരാരും പ്രത്യുപകാരം ചെയ്യില്ല. എന്നാൽ നിനക്കോ നിന്റെ തലമുറയ്ക്കോ ഒരു കൈത്താങ്ങൽ വേണ്ടുന്ന കാലത്ത് സ്വർഗം 100 പേരെ എഴുന്നേൽപ്പിക്കും. അനുഭവിച്ചിട്ടുള്ള ഭക്തന്മാർ ഇതിനകത്തുണ്ട്. നാളുകളിലും ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും. ഇന്ന് രാത്രിയും മനസ്സിലാക്കണം, രണ്ടാമത്തെ നിയമം, എവിടെ വിതച്ചാലും അവിടെ കൊയ്യണം. കൊല്ലത്ത് വിതച്ച കൊയിലാണ്ടിയിൽ അല്ല കൊയ്ത്ത്. സഭയിൽ വിതച്ച സഭയിൽ നിന്ന് കൊയ്യണം. കുടുംബത്തിൽ വിതച്ചാൽ കുടുംബത്തിൽ നിന്ന് കൊയ്യണം. ദേശത്ത് വിതച്ചാൽ ദേശത്ത് നിന്ന് കൊയ്യണം. കണ്ടിട്ടില്ലേ കണ്ണുനീരോട് അപമാനത്തോടെ
ദൈവനാമത്തിന് സങ്കടം സഹിച്ച ഭക്തന്മാരുടെ കുടുംബങ്ങളും അവരുടെ തലമുറകളും കണ്ണുനീർ വീണ ഇടത്തു തന്നെ ഹല്ലേലൂയ ഇളക്കാൻ കഴിയാത്ത പ്രബലന്മാരായി സ്വർഗം അവരെ നാട്ടതിന് പിന്നിലെ ചരിത്രം മറ്റൊന്നുമല്ല. നീ നിന്നെ അനുഭവിക്കുന്നിടത്ത് തന്നെ ദൈവത്തിന്റെ മാന്യതയുടെ കൊയ്ത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ സങ്കടപ്പെടുന്നുണ്ട്, വിശ്വസിക്കുന്ന ദൈവജന കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. എന്നാൽ പ്രിയരെ ശ്രദ്ധിക്കണം, ദൈവമാണ് അടയാളം കൊടുത്തത്. ദൈവമാണ് അടയാളം കൊടുത്തത്. ദൈവം അടയാളം കൊടുത്ത ഇടത്ത് ശ്രദ്ധേയമായ ഒരു കാര്യം, ഇതിനെ ഹല്ലേലൂയ മനോവികാരങ്ങൾക്കൊത്ത് നിർവചിച്ചപ്പോൾ 2-3 തെറ്റുകൾ അതിനകത്ത് പറ്റി. ഒന്ന്, അതിന്റെ അർത്ഥം തെറ്റി. 2, അതിന്റെ ഇടം തെറ്റി. സഹോദരന്മാർ വിചാരിച്ചു അപ്പൻ സ്വന്തം കുടുംബത്തിൽ ഇവനെ ഉയർത്തുമെന്ന്. എന്നാൽ ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കണം, ദൈവമാണ് നിന്നോട് ആലോചന പറഞ്ഞതെങ്കിൽ ഉയർത്താനുള്ള ഇടം നിശ്ചയിക്കുന്നത് ഞാനല്ല, എന്റെ ശത്രുവല്ല, എന്റെ സ്നേഹിതരല്ല. ഈ ദൈവമാണ് എന്നോട് ആലോചന പറഞ്ഞതെങ്കിൽ ദൈവത്തിന്റെ ആലോചനയുടെ നിവർത്തികൾക്കിടം ഹല്ലേലൂയ ഉണ്ടാക്കുന്ന സർവശക്തനായ ദൈവം തന്നെയാണ്. നോക്കണം, രണ്ടാമത് പറ്റിയ തെറ്റ് ഹല്ലേലൂയ ഹല്ലേലൂയ പ്രബലനായി കുടുംബത്തിൽ വരാൻ അപ്പന്റെ കരുത്തിവനെ ഉയർത്തുമെന്നാണ് ചിന്തിച്ചത്. ശ്രദ്ധിക്കണമേ, ദൈവം ആലോചന പറഞ്ഞെങ്കിൽ ദൂതിനെ നിവർത്തിക്കുന്നത് അപ്പനല്ല, അമ്മാച്ചനല്ല, അനന്തരവനല്ല, പണമുള്ളവനല്ല, കൂടെ നിൽപ്പാൻ ശേഷിയുള്ളവനല്ല, അധികാരമുള്ളവനല്ല. ഇന്ന് രാത്രി ധൈര്യത്തോടെ സ്തോത്രം പറഞ്ഞു. എന്നോട് പറഞ്ഞ ദൂതിനെ നിവർത്തിക്കുന്നത് സർവശക്തനായ ദൈവം തന്നെയാ. അതിനിടം നിശ്ചയിക്കുന്നത് ദൈവമാ, അതിനിടം നിശ്ചയിക്കുന്നത് ദൈവമാ, അതിന് വിധം നിശ്ചയിക്കുന്ന ദൈവമാ. എന്റെ മാനുഷിക കണക്കുകൂട്ടലുകൾക്കകത്തല്ല അത് നിറവേറേണ്ടത്. ദൈവത്തിന്റെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായി ഇരിക്കുന്നെങ്കിൽ ശാശ്വതമായ ദൈവത്തിന്റെ ആലോചന ഇളക്കാൻ ഹല്ലേലൂയ സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് ശ്രമിക്കുന്ന ഏവനെയും പരാജയപ്പെടുത്തി ദൈവത്തിന്റെ ആലോചന അവൻ നിശ്ചയിച്ച ഇടത്ത്, നിശ്ചയിച്ച വിധത്തിൽ, നിശ്ചയിച്ച സമയത്ത് ചെയ്യാൻ ദൈവത്തിന് കരുത്തുണ്ട്. ഇന്ന് രാത്രി ഹൃദയത്തിൽ ധൈര്യപ്പെട്ടുകൊള്ളുക. നോക്കണം പ്രിയരെ, സർവശക്തനായ ദൈവം പറഞ്ഞ ആലോചന കൂടാരത്തിനകത്ത് വെളിപ്പെടുമെന്ന് അവർ ചിന്തിച്ചത്. എന്നാൽ ഈ ഒന്നിച്ച് പിടിച്ച് ഈ സഹോദരന്മാരെല്ലാം കൂടി ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവരെല്ലാം കൂടി ഇവനെ ചോദ്യം ചെയ്തപ്പോൾ അടുത്തൊരു കാര്യം സംഭവിച്ചു കാണും. ഈ 10 പുത്രന്മാരിൽ 6 ചെന്ന് അമ്മയോട് പറഞ്ഞു കാണല്ലേ, പറഞ്ഞു കാണും, അമ്മ അറിഞ്ഞോ, ഒരുത്തനൊരു ദർശനം കണ്ടിട്ടിരിക്കുകയാണ്, ഒരുത്തനൊരു സ്വപ്നം കണ്ടിട്ടിരിക്കുകയാണ്, അവൻ ഉയർത്തപ്പെടുമെന്നും രാജാവാകുമെന്നും വിചാരിച്ചു നടക്കുകയാണ്. അങ്ങനെ സ്വപ്നം കണ്ട് നടക്കുകയാണവൻ. എന്നാൽ പ്രിയരെ ശ്രദ്ധിക്കണമേ, പമ്മി നടക്കുന്ന, ഒടിഞ്ഞു നടക്കുന്ന വേദനകൾ ഹല്ലേലൂയ പുതിയതൊന്നും വന്നു കയറാതിരിപ്പാൻ ഒതുങ്ങി നടക്കുന്ന ഈ ചെറു ബാല്യത്തെ ആ സ്ത്രീ വിളിച്ചു നിർത്തി ഇങ്ങനെ പറഞ്ഞു കാണു, നിന്റെ അപ്പൻ ചെയ്തതുപോലെ, അപ്പന്റെ കാലത്ത് സംഭവിച്ചതുപോലെ പ്രബലന്മാരായ എന്റെ പുത്രന്മാരെ തള്ളി നീ ഈ കുടുംബത്തിൽ ഉയർന്നു വരാമെന്ന് വിചാരിച്ചാൽ അത് നിന്റെ വ്യാമോഹമാ, നടക്കില്ലെന്ന് ആ സ്ത്രീയും അവനോട് പറഞ്ഞു കാണു. നോക്കൂ ഹല്ലേലൂയ, അവന് ദൈവം കൊടുത്ത ദർശനത്തിന് നേരെ ഒന്നൊന്നായി വിരൽ ചൂണ്ടി അവന്റെ തിക്തതകൾ വർദ്ധിക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. ദൈവം നിനക്ക് നൽകിയ ദർശനം, ദൈവം നിന്നോട് പറഞ്ഞ ആലോചന, ദൈവം നിന്നോട് പറഞ്ഞ ദൂത്, അത് നിന്റെ സങ്കടത്തിന് ആഴം വർദ്ധിപ്പിക്കുന്നെങ്കിൽ, നിന്റെ വ്യസനത്തിന് ഹല്ലേലൂയ ആക്കം കൂട്ടുന്നെങ്കിൽ, സാഹചര്യങ്ങളെ വല്ലാതെ വീണ്ടും കലുഷിതമാക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചു, ദൈവമേ നീ തന്ന ദർശനം, നീ തന്ന വാക്തത്വം, നീ എന്നോട് പറഞ്ഞ ആലോചന അതെന്റെ സങ്കടത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ നീ ഇത് കാണുന്നുവല്ലോ എന്ന് പ്രാർത്ഥിച്ചു. അതിന്റെ അതിർവരമ്പുകളെ പുനർനിർണയിക്കാൻ സർവശക്തനായ ദൈവത്തിന് കരുത്തുണ്ട്. നിന്നോടുള്ള ദൈവത്തിന്റെ ഇടപാടുകളെ ചോദ്യം ചെയ്യുന്നവരെ കൂടെ ആ ദർശന പരിധിക്കകത്ത് കൊണ്ടുവന്നുകൊണ്ട് നിന്നോടുള്ള ദൈവത്തിന്റെ ഇടപാടിനെയും ദൈവത്തിന്റെ ദർശനത്തെയും ദൈവത്തിന്റെ വാക്തത്വത്തെയും അതിന്റെ അതിർവരമ്പുകളെ പുനർനിർണയിക്കാൻ ഇന്ന് രാത്രി സ്വർഗത്തിന് കരുത്തുണ്ട്. ലേഖനത്തിന്റെ ചോദ്യം ചെയ്തെങ്കിൽ സ്വർഗം അവന് വീണ്ടും ഒരു അടയാളം കൊടുക്കുകയാണ്. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും അവരെ വീണ് നമസ്കരിക്കുന്ന സ്പഷ്ടവും വ്യക്തവുമായ ഒരു ദർശനം സ്വർഗം
സ്വർഗം അവന്റെ കൺമുന്നിൽ വീണ്ടും തുറന്നു. ശ്രദ്ധിക്കണം, ഇത് കേട്ടപ്പോൾ യാക്കോബ് ചോദിക്കുന്ന ഒരു ചോദ്യം, നിന്റെ അപ്പനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും നിന്നെ വീണ് നമസ്കരിക്കുമോ? ചോദ്യം വളരെ പ്രസക്തമാണ്. ചോദ്യം നോക്കൂ, നിന്റെ അപ്പനും നിന്റെ അമ്മയും, ഇവന്റെ അമ്മ മരിച്ചിട്ട് 7 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മാതൃസ്ഥാനീയായിരിക്കുന്ന ലേയയെ മുൻനിർത്തിക്കൊണ്ട് യാക്കോബ് ചോദിക്കുന്ന ചോദ്യമാ, നിന്റെ അമ്മയുടെ സ്ഥാനത്തുള്ള ലേയ പോലും നിന്നെ നമസ്കരിക്കത്തക്ക നിലയിൽ ദൈവം നിന്നെ ഉയർത്തുമോ? ഇന്ന് രാത്രി ദൂത് ധൈര്യത്തോടെ ഏറ്റെടുത്തു. നിന്റെ ദർശനത്തിന് നേരെ ആര് വിരൽ ചൂണ്ടിയാലോ, നിന്നോടുള്ള ദൈവത്തിന്റെ ആലോചനയ്ക്ക് നേരെ ആര് വിരൽ ചൂണ്ടിയാലോ, ചൂണ്ടുന്നത് നിനക്ക് നേരെയാണെങ്കിലും ദൈവിക ദർശനത്തിന് നേരെയായാൽ അത് സർവശക്തന് നേരെയാകയാൽ അക്ഷമ്യമായി സ്വർഗം അതിനെ പരിഗണിച്ച് നിന്റെ ദർശന പരിധികൾക്ക് വിശാല തരാൻ ഇന്ന് രാത്രി സ്വർഗത്തിന് കഴിയോ? നിന്നെ ചോദ്യം ചെയ്യുന്നവനെ കൂടെ നിന്റെ ദർശനത്തിന് അകത്തു കൊണ്ടുവരാൻ, നിന്നോടുള്ള ദൈവത്തിന്റെ ആലോചനയ്ക്ക് അകത്തു കൊണ്ടുവരാൻ ഇന്ന് രാത്രി സർവശക്തനായ ദൈവത്തിന് കഴിയോ? വിശ്വസിക്കുന്നവർ ആത്മാവിൽ ചലിക്കട്ടെ, വിശ്വസിക്കുന്നവർ ആത്മാവിൽ ചലിക്കട്ടെ. ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന സങ്കടം ദൈവം തന്ന ദർശനം നിമിത്തമാണെങ്കിൽ നിന്റെ സങ്കടത്തെ ഹല്ലേലൂയ മാറ്റുവാൻ, പുതിയൊരു ദർശനത്തെ തരാൻ ഇന്ന് രാത്രി അവന് കരുത്തുണ്ട്. നീ അനുഭവിക്കുന്ന വേദനകൾ ദൈവത്തിന്റെ ആലോചന നിമിത്തമാണെങ്കിൽ ഇന്ന് രാത്രി അതിന്റെ അതിർവരമ്പുകളെ പുനർനിർണയിക്കാൻ സർവശക്തന് കരുത്തുണ്ട്. ധൈര്യത്തോടെ പ്രാർത്ഥിച്ചു. നിന്നെ ചോദ്യം ചെയ്യുന്ന സകലരെയും നിന്റെ ദർശനത്തിനകത്ത് കൊണ്ടുവന്നുകൊണ്ട് അതിന്റെ അതിർവരമ്പുകളും പരിധികളും ഇന്ന് രാത്രി സ്വർഗം പുനർനിർണയിക്കും. നിന്റെ ദർശനം മറ്റൊരുവന് പരിഹാസമാണെങ്കിൽ, നിന്റെ ഹല്ലേലൂയ ദൈവത്തിന്റെ ഇടപാട് മറ്റൊരുത്തന് പുച്ഛമായി തോന്നുന്നെങ്കിൽ, നിന്നിൽ അത് സംഭവിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ, ഇതിനു വേണ്ടി ഇവൻ എന്തുള്ളൂ എന്ന് ചോദിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നീ പ്രാർത്ഥിച്ചോ. നിന്നെ ചോദ്യം ചെയ്യുന്നവനെ കൂടെ ആ ദർശനത്തിനകത്ത് കൊണ്ടുവരാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. നോക്കണം. പക്ഷേ അവിടെ ഒരു കാര്യം നാം ഇങ്ങനെ കാണുന്നു, അത് മറ്റൊന്നുമല്ല. എല്ലാവരും ചോദ്യം ചെയ്തപ്പോൾ യാക്കോബ് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യാക്കോബ് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്താ യാക്കോബേ നീ അത് ഹൃദയത്തിൽ സംഗ്രഹിപ്പാൻ കാരണം? യാക്കോബിന്റെ ഉത്തരം മറ്റൊന്നുമല്ല. യാക്കോബിന്റെ ഉത്തരം ഇതായിരിക്കും, ഇന്നലകളിൽ ഒരു സാഹചര്യവുമില്ലാതെ ഒന്നുമില്ലാതിരുന്ന ഇടത്ത് ഒരു പ്രബലനായ ഒരുവന് മീതെ എന്നെ ഉയർത്താൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഇന്ന് കാണുന്ന ഈ സാഹചര്യങ്ങളുടെ ആനുകൂല്യങ്ങളിൽ 11 മീതെ എന്റെ തലമുറയെ ദൈവം ഉയർത്തുമെന്ന് പറഞ്ഞാൽ ഞാൻ അത് വിശ്വസിക്കും. അതെന്റെ അനുഭവമാ. കൂടാരം വിട്ട് പുറത്തിറങ്ങിയിട്ടില്ലാത്ത എന്നെ പ്രബലനായ ജ്യേഷ്ഠന്റെ മീതെ ഉയർത്താൻ ഇന്നലകൾ ദൈവത്തിന്റെ കരം ഒരുവന് മീതെ ഉയർന്നു വന്നെങ്കിൽ, ഇന്ന് രാത്രിയിൽ എന്റെ തലമുറയോട് ദൈവം പറയുന്ന ദൂതിനെ നിറവേറ്റാൻ പ്രബലന്മാരായ 11 മീതെ അവനെ ഉയർത്താൻ ദൈവം ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ സർവശക്തൻ അത് ചെയ്യുക തന്നെ ചെയ്യോ. അത് ചെയ്യാൻ അവന്റെ കരത്തെ തടയാൻ ഒരുവന് കഴിയുന്നില്ല. ഇന്ന് രാത്രിയിൽ ദൈവമേ, ഒന്നുമില്ലായ്മയിൽ ദൈവം നിന്നോട് പറഞ്ഞ ദൂത് ചെയ്തെടുത്തെങ്കിൽ, ഒന്നുമില്ലായ്മയിൽ സ്വർഗം നിന്നോട് പറഞ്ഞ ആലോചന ചെയ്തെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ തലമുറയോടുള്ള ദൈവത്തിന്റെ ആലോചന കണ്ടിട്ട് അമ്പരന്ന് നിൽക്കണ്ട, അവിശ്വസനീയമായി വിചാരിക്കണ്ട. ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ ദൈവം പറഞ്ഞതിനെ ചെയ്തെടുത്ത് അവന്റെ കരുത്തിനെ നിന്റെ കൺമുന്നിൽ തെളിയിച്ചെങ്കിൽ, ഇന്ന് രാത്രിയിൽ ഇന്നുള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിന്റെ തലമുറയോട് ദൈവം പറയുന്ന അവിശ്വസനീയമായ ദൂതിനെയോ അവന് ചെയ്യാൻ കഴിയോ? എത്ര പേർ ദൂതിന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഇന്നലകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ എന്നോട് പറഞ്ഞ് ചെയ്ത ദൈവത്തിന് ഇന്നത്തെ സാഹചര്യങ്ങളുടെ നടുവിൽ അവൻ അരുളി ചെയ്യുന്നത് ചെയ്യാൻ കരുത്തുണ്ട്.